നമുക്കൊരു യാത്ര പോയാലോ? ഒരു കുഞ്ഞു യാത്ര, അബുദാബി ടു യെരവൻ. പുതിയ നാടും വഴിയും ആൾക്കാരെയും പൈതൃകത്തെയൊക്കെ തേടി ഒരു യാത്ര. എങ്ങോട്ട് പോണേ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹിയർ വി ഗോ. മോർണിംഗ് 6:20 നമ്മുടെ ഫ്ലൈറ്റ്. നേരത്തെ പറഞ്ഞ പോലെ അബുദാബി ടു യെരവൻ, ദ ക്യാപിറ്റൽ ഓഫ് അർമേനിയ. ഇതൊരു ഹൈ ബഡ്ജറ്റ് ട്രിപ്പ് ഒന്നുമല്ല. UAE ഉള്ളവർക്ക് കുറച്ചുകൂടി ഈസിയായി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ രാജ്യങ്ങളിലൊന്നാണ് ഈ അർമേനിയ. ഓൺ ടൈമിൽ നമ്മൾ അവിടെ എത്തി, വണ്ടി പാർക്ക് ചെയ്ത് ഉള്ളിൽ കയറി. കുറച്ച് പ്രത്യേകതകളുള്ള യാത്രയാണിത്. ഞങ്ങൾ ഒരുമിച്ച് എയർ ട്രാവൽ ചെയ്യുന്നതും ലോക്കൽ ഭാഷ മാത്രം അറിയുന്ന ആളുകളുള്ള രാജ്യത്തേക്ക് ടൂർ പാക്കേജോ ഗൈഡോ ഒന്നുമില്ലാതെ ചെറിയ റിസ്ക് ഒക്കെ എടുത്ത് പോകുന്നതൊക്കെ അതിൽ പെടും. നമുക്ക് നോക്കാം, അടിപൊളിയാവോ അതോ അടിമുടി പൊളിയോ എന്നൊക്കെ. പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ചെറിയ വിശപ്പ് ശമനം നടത്തിയപ്പോഴേക്കും ടൈമായി. ഇനി ഒരു 3.5 മണിക്കൂർ ട്രാവൽ. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് സമയമില്ലേ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് അർമേനിയ ബ്രീഫ്ലി. യൂറോപ്പിന്റെയും ഏഷ്യയുടെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞു രാജ്യം. ഒരുപാട് മൗണ്ടെയിൻ, ഫോറസ്റ്റ്, മോണാസ്ട്രീസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ്. ഇതൊരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. സോ നമുക്ക് ബീച്ച് സൈഡ് വ്യൂ ഒന്നും കിട്ടില്ല. എന്നിരുന്നാലും മഞ്ഞു പുതച്ച പർവ്വതങ്ങളും സെവാൻ ലൈക്കും ഗാർണിയും ദിൽജാനൊക്കെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയെ എൻഹാൻസ് ചെയ്യുന്നു. വളരെ സാംസ്കാരികത നിറഞ്ഞതും ക്രിസ്ത്യാനിറ്റി ഔദ്യോഗിക മതമായി സ്വീകരിച്ച വൺ ഓഫ് ദ ഓൾഡസ്റ്റ് കൺട്രി കൂടിയാണ് ഇത്. എല്ലാ കാലാവസ്ഥയും ട്രാവൽ ഫ്രണ്ട്ലി എന്നുള്ളത് മറ്റൊരു അട്രാക്ഷൻ. മഞ്ഞാണ് വേണ്ടതെങ്കിൽ വിന്റർ സീസൺ ചൂസ് ചെയ്യാം. ഇപ്പോ അതായത് മാർച്ച് ടു മെയ് അവിടെ സ്പ്രിംഗ് സീസൺ ആണ്. പകൽ സമയത്ത് ഒരു ചെറിയ ചൂടോട് കൂടിയ തണുപ്പും രാത്രി നല്ല തണുപ്പുമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇനിയിപ്പോ ഇതൊന്നുമല്ല, ഓട്ടമാണ് വേണ്ടെങ്കിൽ അതും അടിപൊളിയാണ്. കഥ പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും ലാൻഡായി. സാരില്ല, ബാക്കി വിശേഷങ്ങൾ വഴിയെ പറയാം. ഇവിടെ ഇറങ്ങി ഫസ്റ്റ് പരിപാടി വിസ അടിക്കലാണ്. UAE റെസിഡൻസിന് വിസ ഓൺ അറൈവൽ കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള ഫോം ഒക്കെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ ഒക്കെ ടൈം സേവ് ചെയ്ത് വേഗം പുറത്തിറങ്ങാൻ പറ്റും. ഇതൊക്കെ ഞാൻ പറയുന്നത് ആരെയും സെർച്ച് ചെയ്ത് ഈ വീഡിയോ കാണാനിടയായാൽ അവർക്ക് വേണ്ടിയിട്ടാണ്. സോ ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇറങ്ങാൻ പറ്റി. ആൻഡ് ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു നിസാം. പിന്നെ ജസ്റ്റ് പുറത്തിറങ്ങിയ സിം എടുക്കാം, പാക്കേജ് ഒക്കെ നോക്കി ബെറ്റർ ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രാം കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ആഫ്റ്റർ ഓൾ ഓഫ് ദീസ് നമ്മൾ പുറത്തിറങ്ങി. ഇനി നമ്മുടെ യാത്ര ഈ റെന്റ് കാറിലാണ്. Booking.com വഴിയാണ് നമ്മളിത് ബുക്ക് ചെയ്തത്. കിയ സെൽറ്റോസ്. നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും സെർച്ച് ചെയ്ത് ഗൈഡോ അതേപോലെ ടൂർ പാക്കേജ് ഒന്നുമില്ലാതെ പോകുന്നവർ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. ഇനിയാണ് ശരിക്കുള്ള കഥ തുടങ്ങുന്നത്. ആടങ്ങാടി പോയ പോലെ എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ അനുഭവിച്ച്. ഇംഗ്ലീഷ് എന്ന മഹാഭാഷ തകർന്നടിഞ്ഞ ദിവസങ്ങൾ. ഞങ്ങൾക്ക് നിങ്ങളെ ഭാഷ ഒന്നും പറയാൻ വയ്യ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഭാഷ സംസാരിക്കാം, അല്ലെങ്കിൽ ആംഗ്യ ഭാഷ എന്ന് ദൃഢനിശ്ചയം എടുത്ത ആളുകളുടെ രാജ്യം. വല്ലതും കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ അതിലേറെ കിളിപോയി. പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ തന്നെ ശരണം. കയ്യിൽ കിട്ടിയ 2 ഐറ്റം ബ്രെഡ് മേടിച്ച് നമ്മൾ ഇറങ്ങി. ഇവിടുത്തെ ബ്രെഡ് ഒരു രക്ഷയല്ല, അത്രയും ഫ്രഷ് ആൻഡ് ടേസ്റ്റി. ഇനി നേരെ ഹോട്ടലിലോട്ട്. 2 ദിവസം നമ്മൾ ഇവിടെയാണ് സ്റ്റേ. ഗ്രാൻഡ് ഫോർച്യൂൺ ഹോട്ടൽ. ഇത് നമ്മൾ Booking.com വഴിയാണ് കേട്ടോ ബുക്ക് ചെയ്തത്. യെരവൻ സിറ്റിയിൽ നിന്നൊരു 1.5 കിലോമീറ്റർ ദൂരത്താണ്. നേരത്തെ എത്തിയോണ്ട് ചെറിയൊരു വെയിറ്റിംഗ് ഉണ്ട്. മേടിച്ച് വെച്ച ഈ ബ്രൗണി കൂടെ ടേസ്റ്റ് ചെയ്യാം. ഹോട്ടൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇനി ഫ്രഷ് ആയി ഒരു ചെറിയ മയക്കം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ കറങ്ങി നേരെ ക്യാപിറ്റൽ സിറ്റിയിലോട്ട്. ഇവിടെ ടാക്സി കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. പക്ഷേ യാൻ ടാക്സ് ആപ്പ് വഴി ബുക്ക് ചെയ്യുക. അല്ലാതെ ഈ അർമാൻ ഫ്രം അർമേനിയ പഠിച്ച പോലെ 2 times or 3 times കൊടുക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞ ആശയവിനിമയം ഇവിടെ ടാസ്ക് ആയതുകൊണ്ട് ചോദിച്ച പൈസ കൊടുക്കന്നെ. ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് സ്പോട്ട് ആണെന്ന് കേട്ടറിഞ്ഞ് ഷവർമ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ലവാഷ് ബ്രെഡിലാണ് ഇത് റാപ്പ് ചെയ്യുന്നത്. നമ്മുടെ റുമാലിയൊക്കെ പോലെ തന്നെ ഉണ്ടാവും. And it was one of the best shawarma. ഇനി നമുക്ക് ഈ സ്ട്രീറ്റ് നടന്ന് കാണാം. ഒരു യൂറോപ്യൻ വൈബാണ് ഇതിലൂടെ നടക്കുമ്പോൾ. ഒരുപാട് ടൂറിസ്റ്റും ഒരുപാട് ഫുഡ് സ്പോട്ടും പിന്നെ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് നല്ല വൈബുള്ള സിറ്റി. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഡ്രിങ്കിംഗ് വാട്ടർ സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല തണുത്ത വെള്ളം ഇതുപോലെ കുടിക്കാൻ ഒരു രസം. Ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but സൺ ഏകദേശം സെറ്റ് ആയി തുടങ്ങി. ആൻഡ് ഓൾസോ തണുപ്പ് കൂടാനും. ഇനി രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് റിപ്പബ്ലിക് സ്ക്വയറിലോട്ട് പോവാം. ഇവിടുത്തെ നൈറ്റ് വൈബ് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഒരു ഡ്രീമി നൈറ്റ്. തണുപ്പ്
നന്നായി കൂടി തുടങ്ങി. ഇനി റിസ്ക് എടുക്കണ്ട, വലുതും കഴിച്ച് കൂടണയാം. ഫോഴ്സ് സ്പോട്ട് കണ്ടെത്തൽ ഒരു ടാസ്ക് ആണ്. വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന വിശ്വാസം വെച്ച് നമ്മൾ ഒരു KFC കയറി. എന്റെ ഫോൺ അപ്പോഴേക്കും ചത്തുപോയിട്ടുണ്ട്. വലിയ വർക്കത്തൊന്നും ഇല്ല, ബട്ട് ചിക്കൻ പിന്നെ ഏത് കോളത്ത് തന്നാലും നമ്മളെ കത്താക്കും. അങ്ങനെ ഇന്നത്തെ ഡേ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഫോണൊക്കെ ഡെഡായി. ഇനി നാളത്തെ വിശേഷങ്ങൾ നാളെ. അങ്ങനെ ഡേ 2 ഇവിടെ തുടങ്ങാണ്. ഇനി യാത്ര മൊത്തം നമ്മുടെ ഈ റെന്റേ കാറിലാണ്. സ്വയം ഓൺ ചെയ്യുന്ന ട്രിപ്പ് ആയതുകൊണ്ട് ഒരു പ്ലാൻ ഒക്കെ ആയിട്ട് വരുന്നത് ബെറ്റർ ആവും. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ വിചാരിക്കുന്നത് സെവാനും ദിൽജാനും ഒക്കെയാണ്. ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ അവിടേക്ക് എത്താൻ. ടോട്ടലി സ്ട്രേഞ്ച് ആയിട്ടുള്ള റോഡും അതേപോലെ റോഡ് നിയമങ്ങളും ഒരു ടാസ്ക് തന്നെയാണ്. സിഗ്നലിലൊക്കെ റെഡ് ആണെങ്കിലും ഓപ്പോസിറ്റ് എടുക്ക് വണ്ടിയൊക്കെ കയറി വരും. നിസ ചലഞ്ച് ഒക്കെ ഏറ്റെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. പ്രൗഡ് ഓഫ് യു മൈ ബോയ്. ഈ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ സൈഡ് വ്യൂ തന്നെയാണ്. ചുറ്റും പച്ചപ്പ് പൊതിച്ച് ഒരുപാട് താഴ്വരകൾ. ശരിക്കും നമുക്ക് നോട്ട്ബുക്കിൽ കവർ പേജ് പോലെ തന്നെ തോന്നും. നല്ലൊരു സ്ഥലം കണ്ടപ്പോ നിർത്തി. ഓ തണുപ്പുണ്ട്. അങ്ങനെ നമ്മൾ നഗരത്തിൽ നിന്നൊക്കെ വിട്ട് മനോഹരമായ ഗ്രാമഭംഗിയിലൂടെ സെവാൻ ലേക്കിൽ എത്തിയിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഫ്രഷ് വാട്ടർ ലേക്കാണിത്. ഇതിന് ചുറ്റും പർവ്വതനിരകളും പച്ചപ്പൊക്കെ നിറഞ്ഞ് ഒരു ഇൻസ്റ്റഗ്രാമബിൾ പ്ലേസ്. ഈ ലേക്കിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന സെവാൻ മൊണാസ്ട്രിയാണ് മറ്റൊരു അട്രാക്ഷൻ. 9th സെഞ്ചുറിയിൽ പണിത ഈ ക്രിസ്ത്യൻ മഠത്തിൽ വന്ന് ആരാധകർ കാൻഡിൽ കത്തിക്കുകയും കുർബാന കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. പീസ്ഫുൾ പ്ലേസ് അറ്റ് പീക്ക് എന്ന് വേണം ഒറ്റ വാക്കിൽ പറയാം. കുറച്ച് സ്റ്റെപ്സ് കയറാനും ഇറങ്ങാനൊക്കെ ഉണ്ടെങ്കിലും ചുറ്റുള്ള ഭംഗി കാരണം നമുക്ക് ക്ഷീണമൊന്നും തോന്നില്ല. എന്നാലും വിശപ്പിന്റെ പിടി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഓൺ ദ വേ ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി പരിപാടി. പാമ്പിന് തിന്ന നാട്ടിൽ പോയാൽ നടുക്കഷ്ണം തിന്നണം എന്ന ഡയലോഗ് അടിച്ച് നടന്ന ഞാൻ പതിരിപ്പോയ നിമിഷങ്ങൾ. ആദ്യമായിട്ടും ഒരു ഫുഡ് കോർട്ടിൽ ചെന്നിട്ട് വോമിറ്റ് ചെയ്യാൻ തോന്നുന്നത്. ഇപ്പൊ മനസ്സിലായി ഇത് എനിക്ക് പറ്റിയ പണിയല്ലാന്ന്. പല ഭാവത്തിലും രൂപത്തിലുള്ള ഫുഡ് ഉണ്ടെങ്കിലും ഒന്നും നമ്മളെ കപ്പ് ഓഫ് ടീ അല്ല. പക്ഷെ എന്തെങ്കിലും തിന്നണല്ലോ. വലിയ ഡിസ്കഷനൊടുവിൽ ഞങ്ങൾ ഒരു ചിക്കൻ പിസ്സയും ബീഫ് ബർഗറും പിന്നെ അവിടുത്തെ ട്രഡീഷണൽ ജ്യൂസും ഓർഡർ ആക്കി. കഴിച്ചപ്പോൾ പിന്നെ ഒന്നുകൂടി ഉറപ്പായി നേരത്തെ പറഞ്ഞ കാര്യം. വർഷങ്ങളായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ട്രാവൽ ചെയ്യുന്നവരൊക്കെ നമിച്ച നിമിഷങ്ങൾ. ടേസ്റ്റ് കാരണം അവിടെ തന്നെ വെച്ച് നമ്മൾ വീണ്ടും യാത്രയായി. ഇനി അടുത്തത് എങ്ങോട്ടാന്നല്ലേ? ദിൽജാൻ, ദി ഗ്രീൻ ഹേർട്ട് ഓഫ് അർമേനിയ. തണുത്ത കാറ്റും പച്ചപ്പും നിറഞ്ഞിട്ടുള്ള ഇവിടെ ദി സ്വിറ്റ്സർലാൻഡ് ഓഫ് അർമേനിയ എന്നറിയപ്പെടുന്നു. പക്ഷേ കേരളത്തിൽ നിന്ന് വരുന്ന നമുക്കിത് വയനാടൊക്കെ കണ്ടുമടുത്തോണ്ടെന്നറിയില്ല, ഒരു അങ്ങോട്ട് കിട്ടിയില്ല. ഓക്കെ, കം ടു ദി പോയിന്റ്. ഗോഷുവാങ്ക പോലുള്ള വളരെ പഴക്കമേറിയ മൊണസ്ട്രീസും പാസ് ലേക്ക്, ദിൽജാൻ നാഷണൽ പാർക്ക് തുടങ്ങിയ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്സ് ഇവിടെ ഉണ്ട്. നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് ഒരു പഴമയുടെ തനിമയുള്ള ദിൽജാൻ ഡൗൺ ടൗൺ കാണാനാണ്. പടയപ്പാ in a dozen, the other 11 get something from nothing. Life lessons come one in a dozen, the other 11 get something from nothing. അങ്ങനെ ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ അടിക്കുന്നത്. പക്ഷെ നമ്മൾ മറ്റേ ഒരു ട്രിപ്പ് അടിക്കുമ്പോൾ സന്തോഷത്തോടെ കുളങ്ങറിൻ്റെ വർത്തമാനം പറയാമെന്ന് വിചാരിക്കരുത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ എന്താ പറയുക, ഈ ടൂർ ഗൈഡൊന്നും ഇല്ലാതെ പോകുമ്പോൾ സംഭവം ചിലപ്പോൾ ഫ്ലോപ്പ് ആവും, ചിലപ്പോൾ അടിപൊളിയാവും. പക്ഷേ എന്തായാലും നമുക്ക് കിട്ടുന്ന കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഭയങ്കര നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക സ്വാധീനിക്കും. ഇപ്പോൾ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ ഇങ്ങനെ ചെറിയ ഇൻ്റർവ്യൂസിലും അല്ലാതെ അവരുടെ ചാനലിലൊക്കെ പറയുന്ന തോട്ടൊക്കെ അവർക്ക് എത്രത്തോളം അടിപൊളിയായത് ചിലപ്പോൾ ഇത്രയും ട്രാവൽ ചെയ്തിട്ടൊക്കെ ആയിരിക്കുമല്ലേ. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഇരുന്നിങ്ങനെ ആലോചിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആൾക്കാരൊന്നും ഇംഗ്ലീഷ് സംസാരിക്കില്ല. നമ്മളിവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒന്നിക്കിൽ എന്താ പറയുക ആംഗ്യ ഭാഷ. ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യണം. അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇതാണ്. പൈസൻ്റെ കാര്യത്തിൽ അവർക്ക് 1 2 3 അതുപോലും അറിയില്ല. അത്രയും അവർ ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ഭയങ്കര ഇംഗ്ലീഷാണ് എല്ലാം എന്ന് വിചാരിക്കുന്നതുകൊണ്ടായിരിക്കും
അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ ഐഡിയ ഇല്ലാത്തൊരു നാട്ടിൽ പോയിട്ട് അവിടുത്തെ സ്ഥലങ്ങളെ പോകുമ്പോൾ മിസ്സൊക്കെ ഇപ്പോൾ ഡ്രൈവ് ചെയ്തൊക്കെ എനിക്ക് ഇവിടുത്തെ റൂൾ അറിയില്ല. ഒന്നാമത് ബോർഡൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല, അവരുടെ ഭാഷയാണ്. അപ്പം ചിലപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തായാലും എത്ര ഒരു ബേസിക് ഇംഗ്ലീഷ് ആയിട്ട് ഒരാൾ വന്നെങ്കിൽ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കുറച്ചെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണ് അല്ലേ, എത്ര ഇതായി കഴിഞ്ഞാലും. പക്ഷേ അങ്ങനെ ഒന്നുമില്ല ഇവിടെ. അപ്പോൾ നമ്മളിങ്ങനെ പെട്ടുപോയാലൊക്കെ ഇങ്ങനെ പാടായിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ റിസ്ക് എടുത്തിട്ട് പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് റെൻ്റേ കാറൊക്കെ എടുത്തുമ്പോൾ ടാക്സിയിൽ പോണേക്കാളും റെൻ്റേ കാർ എടുത്ത് പോകുമ്പോൾ ഒരു സ്ഥലം കണ്ടാൽ നമുക്ക് ഇവിടെ ഇറങ്ങി നോക്കാം. അങ്ങനെ നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ ഇറങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു പുതിയ ഒരു എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡേയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഈവനിങ് നമുക്ക് തിരിച്ചു പോകണം. ആദ്യം തന്നെ കുറച്ച് ഷോപ്പിംഗ് ആവാം അല്ലേ, ഇത്രയും ദൂരം വന്നതല്ലേ, വെറും കൈയോടെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നേരെ മാർക്കറ്റിലോട്ട്. കുറച്ച് സ്വീറ്റ്സും കൂടി മേടിച്ചാൽ പണി കഴിയും. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ ഗാർണി. മെയിൻ ആയിട്ട് സിംഫണി ഓഫ് സ്റ്റോൺ ആൻഡ് ഗാർണി ടെമ്പിൾ. ആദ്യം പോകുന്നത് സിംഫണി ഓഫ് സ്റ്റോൺ കാണാനാണ്. പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട ഒരു സിംഫണി, ഒരേ രൂപത്തിലും ഭാവത്തിലും കൈകോർത്ത് നിൽക്കുന്ന ഒരുപാട് കല്ലുകളുള്ള ഒരു വൻമതിൽ. വർഷങ്ങൾക്ക് മുന്നേ ലാവ ഒരുക്കി രൂപപ്പെട്ടതാണ് ഈ അത്ഭുത പ്രതിഭാസം. 300 ഡ്രാം പെർ പേഴ്സൺ ആണ് ഇവിടുത്തെ എൻട്രി ഫീ. ആ പൈസക്ക് എന്തുകൊണ്ടും വേർത്താണ്. ഇനി ഈ ട്രിപ്പിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഗാർണി ടെമ്പിൾ. വൺ ഓഫ് ദ ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണിത്. ഇവിടേക്ക് എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് 1500 ഡ്രാം ആണ്, ഓൾമോസ്റ്റ് 15 ദിർഹംസ്. യൂണീക് ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഉള്ള ഈ ക്ഷേത്രം പല യുദ്ധങ്ങളെയും ഭൂമികുലുക്കങ്ങളെയും അതിജീവിച്ച ഒന്നാണ്. അർമേനിയയിലെ പ്രീ ക്രിസ്ത്യൻ യുഗത്തിന് ഒരു അവശേഷിപ്പായി നിലകൊള്ളുന്നു. ഇതിന് ചുറ്റും താഴ്വരകളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആണ്. സമയം ഏകദേശം 3 മണി കഴിഞ്ഞു. ഇനി നമ്മൾ ഒരുപാട് സ്ഥലമൊന്നും കവർ ചെയ്യുന്നില്ല. ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്താൽ നമുക്ക് എയർപോർട്ടിലെത്താം. അങ്ങനെ 3 ദിവസം നീണ്ടു നിന്ന ഈ ട്രിപ്പിൽ ഒട്ടുമിക്ക സ്പോട്ടും ഞങ്ങൾ കവർ ചെയ്തെന്നാണ് വിചാരിക്കുന്നത്. എന്നാലും പക്ഷേ ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടാവും. എയർപോർട്ടിലെത്തി കാർ ഹാൻഡ് ഓവർ ചെയ്യാനും വല്ല ഫുഡ് കഴിക്കലും ഒക്കെയാണ് ഇനിയുള്ള പരിപാടി. 2 ദിവസം നന്നായി ഓടിയതുകൊണ്ട് തന്നെ കാർ നന്നായി അഴുക്കായിട്ടുണ്ട്. ഏതായാലും കുറച്ച് ടൈം ഉണ്ടല്ലോ, കാർ വാഷിന് കൊടുത്താലോ എന്ന് ആലോചിച്ച് വരുമ്പോഴാണ് ഒരു കാർ വാഷ് ഉണ്ട്. കയറി നോക്കിയപ്പോൾ അതിലേറെ കോമഡി. സംഭവം സെൽഫ് വാഷ് ആണ്. മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കാൻ തീർച്ചയായും ഒരു ലോക്കൽ സപ്പോർട്ട് വേണം. പാവൻ നിസ് അപ്പുറത്ത് വാഷ് ചെയ്യുന്ന ആളോട് ആക്ഷൻ ഡാൻസ് ഒക്കെ കാണിച്ച് കാര്യം സെറ്റാക്കി. ഞാൻ ഇന്നലെ പറഞ്ഞ എക്സ്പീരിയൻസ് ലിസ്റ്റിൽ ഇതുകൂടെ. അങ്ങനെ കുളിച്ച് കുട്ടപ്പനായ കാർ ഓടിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും യാത്രയായി. ഓൺ ടൈമിൽ എയർപോർട്ടിലെത്തി ബാക്കി വന്ന ഡ്രാം ഒക്കെ കൺവേർട്ട് ചെയ്ത് പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ് കിട്ടിയിരിക്കുമ്പോൾ നമ്മളെ കൊണ്ടുപോകാനുള്ള വാഹനം വന്നിട്ടുണ്ട്. എന്തോ ഒരു ചെറിയ സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഓക്കെ.